ഹലോ നമസ്കാരം. ഇപ്പോൾ യൂറോപ്പിലേക്ക് കയറി വരാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ചെറുപ്പക്കാർക്കും യൂറോപ്പിലേക്ക് കയറി വരണം എന്നാണ്. അതിന് തക്ക രീതിയിലുള്ള ഇവിടുത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകൾ കുറേ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ കണ്ട്. ഇവർ അതായത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇവിടെ വന്ന് ഞാനുണ്ടാവും ചെയ്യാനുണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഇന്ന രീതിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ഇത് തരാം, ഒന്നും നടക്കാൻ പോണില്ല. അപ്പോൾ അങ്ങനത്തെ ചതിക്കുഴിയിൽ വീഴാക്കുക. കൃത്യമായിട്ട് ശരിക്കുള്ളൊരു ഏജൻസിയെ കൈപിടിച്ചിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇവിടെ നിന്നിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് ഒന്ന് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും. എന്നിട്ട് ആ വീഡിയോയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ചാനൽ സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു യാഥാർത്ഥ്യം അതൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ TRC കിട്ടും. 6 മാസമായി TRC കിട്ടാത്തവരുണ്ട്. ചില ആൾക്കാർക്ക് 4 മാസം, ചില ആൾക്കാർക്ക് 3 മാസം, ചില ആൾക്കാർ ഏജൻസികൾ ഈ കാർഡ് കിട്ടിയിട്ട് അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നാട്ടിൽ നിന്ന് എംബസി ഡേറ്റ് ഒക്കെ കിട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എല്ലാവരും ഇത് മനസ്സിലാക്കുക. ജോലി ഇവിടെ വളരെ പ്രയാസമാണ് ഇപ്പോൾ.